Hello everyone, this is Gayatri Shankar. Welcome back to my YouTube channel. If you have channel follow you would understand and UGC net in the paper 1 and detailed syllabus based videos. So currently we are discussing higher education unit. Adinagathalla topics discuss Niti Aayog, types of universities, learning programs and vocational based education. These are topics we discuss. So without further delay, let's go into the video. Niti Aayog discuss. Like I said, post independence chronology almost 2013 rules stop post independence chronology. പക്ഷെ അത് കഴിഞ്ഞ് 2013 കഴിഞ്ഞ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഇവന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഫോർമേഷൻ ആണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. സോ പ്ലീസ് ആഡ് ദിസ് ഓൾസോ ഇൻ ടു ദാറ്റ് ടൈം ലൈൻ ദാറ്റ് യു ഹാവ് റിട്ടൺ ഡൗൺ ഇൻ യുവർ നോട്ട്സ്. അപ്പം നീതി ആയോഗ് എന്താണെന്ന് നോക്കാം. നീതി ആയോഗ് ഇസ് നത്തിങ് ബട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നമുക്ക് അറിയാം, നമ്മുടെ 1950 മുതൽ 2014 വരെ നമുക്കുണ്ടായിരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. പ്ലാനിംഗ് കമ്മീഷനിൽ നിന്നാണ് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള സെൻട്രൽ ആയിട്ടുള്ള പോളിസീസ് ഫോം ചെയ്തിരുന്നതും ആ പോളിസീസിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അലോക്കേറ്റ് ചെയ്തിരുന്നതും. പക്ഷെ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നീതി ആയോഗ്. നീതി ആയോഗ് ഫസ്റ്റ് ജനുവരി 2015 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഡേറ്റ് ഓർത്തു വെച്ചോളുക. അതിനോടൊപ്പം എന്തുകൊണ്ട് പ്ലാനിംഗ് കമ്മീഷനെ മാറ്റി നീതി ആയോഗ് കൊണ്ടുവന്നു എന്ന് വെച്ചാൽ, പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നത് ഒരു ടോപ്പ് ബോട്ടം സെൻട്രലൈസ്ഡ് അപ്രോച്ച് ആയിരുന്നു. അതായത് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹോൾ ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് ആയതുകൊണ്ട് അത് ഡൽഹിയിലാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നത്. അപ്പം അവിടെ കുറെ എക്സ്പേർട്സ് വന്ന് അവരൊരു പോളിസി ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ പോളിസി സ്റ്റേറ്റ്സിനോട് അതുപോലെ ഫോളോ ചെയ്യാൻ പറയുന്നു വിത്തൗട്ട് എനി ക്വസ്റ്റ്യനിങ്. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ സെൻട്രൽ പോളിസിയാണ്, നൗ സ്റ്റേറ്റ്സ് ഹാവ് ടു ഫോളോ ഇറ്റ് എന്ന് പറയുന്നു. അതിനാണ് ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയുന്നത്. ഫ്രം ദി ടോപ്പ് ഒഫീഷ്യൽസ് ടു ദി എന്താണ് ഓരോ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റേറ്റ്സ് ആ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ ആൾക്കാരിലേക്ക് നമ്മൾ ആ നോംസ് ഫോളോ ചെയ്യാൻ നമ്മളെ നിർബന്ധിക്കപ്പെടുകയാണ്. പക്ഷെ നമ്മൾ നീതി ആയോഗിന്റെ ഉദ്ദേശം ഇത്രയാണ്, നമ്മൾ ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്. കാരണം എനിവേ എവറി പോളിസി ഇസ് ആക്ച്വലി നമ്മുടെ നേഷനിലുള്ള മനുഷ്യരെയാണ് അത് അവസാനം എഫക്ട് ചെയ്യുന്നത്. അപ്പം അവരിൽ നിന്നും വേണം നമ്മൾ പോളിസി മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ. അതുകൊണ്ട് അവര് എന്ത് ചെയ്യാൻ തുടങ്ങി, സജഷൻസ് ഫ്രം പീപ്പിൾ ആരെടുക്കും, സ്റ്റേറ്റ് ഗവൺമെന്റ്സ് എടുക്കും. എന്നിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് വിൽ ഫോർമുലേറ്റ് അതിലുള്ള ബെസ്റ്റ് കാര്യങ്ങൾ എടുത്തിട്ട് അവരൊരു പോളിസി ഫോർമുലേറ്റ് ചെയ്യും. എന്നിട്ട് ആ പോളിസി വിൽ ഗിവ് ടു സെൻട്രൽ. അപ്പൊ ഒരുപാട് സ്റ്റേറ്റ്സിന്റെ നിന്നും ഒരുപാട് ആളുകളുടെ നിന്നും സജഷൻ വരുമ്പോൾ ഫൈനലി സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന പോളിസി വിൽ ബി വെരി മച്ച് ഇൻ ടേംസ് വിത്ത് വാട്ട് പീപ്പിൾ വാണ്ട്. അപ്പം ആൾക്കാർക്ക് വേണ്ടത് എന്താണോ അവരവരുടെ സജഷൻ ആയിട്ട് അത് കൊടുക്കുകയും സ്റ്റേറ്റ് അതിനെ പ്രോത്സാഹിപ്പിച്ച് അത് സെൻട്രൽ ഗവൺമെന്റിൽ പോവുകയും ചെയ്യുമ്പോൾ ഒരുപാട് സ്റ്റേറ്റ്സിന്റെയും ആളുകളുടെ റെപ്രസെന്റേഷൻ കാരണം ദ പോളിസി ബിക്കംസ് വെരി ഡെമോക്രാറ്റിക് കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു പോളിസി മേക്കിംഗ് അപ്രോച്ച് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അതിനാണ് ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. സോ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇറ്റ് ആക്ട്സ് ആസ് എ തിങ്ക് ടാങ്ക്. തിങ്ക് ടാങ്ക് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, ഒരു പോളിസി എന്ന് പറയുന്നത് വരുന്നതിന് തൊട്ടു മുമ്പ് അതിന്റെ വരായികളെ പറ്റിയും പുതിയ ഐഡിയാസിനെ പറ്റിയിട്ടും ഒക്കെ പ്ലാൻ ചെയ്യാൻ ഒരുപാട് എക്സ്പേർട്സ് വേണം, അല്ലെ? അപ്പൊ ആ എക്സ്പേർട്സിനെ എല്ലാം കൂടെ ചേർത്തുള്ള ഒരു തിങ്ക് ടാങ്ക് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് നീതി ആയോഗിന്റേതാണ്. അതുപോലെ ഇറ്റ് പ്രൊവൈഡ് സ്ട്രാറ്റജിക് ആൻഡ് ഡയറക്ഷണൽ ഇൻപുട്സ് ടു സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ്. സ്റ്റേറ്റിനും സെൻട്രൽ ഗവൺമെന്റിനും ഉള്ള എല്ലാ പോളിസി മേക്കിങ്ങിനും ഉള്ള സ്ട്രാറ്റജിക് ആൻഡ് ഡയറക്ഷണൽ ഇൻപുട്സ് നീതി ആയോഗ് കൊടുക്കും. അതുപോലെ ഫോസ്റ്റർ കോഓപ്പറേറ്റീവ് ആൻഡ് കോമ്പറ്റേറ്റീവ് ഫെഡറലിസം എൻഗേജിംഗ് സ്റ്റേറ്റ്സ് ഇൻ പോളിസി മേക്കിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, സെന്റർ തനി ഒരു പോളിസി ഉണ്ടാക്കാതെ നമ്മൾ സ്റ്റേറ്റ്സിനെയും കൂടെ ആ പോളിസി മേക്കിംഗിൽ ഇൻവോൾവ് ചെയ്യിക്കുകയാണ്. സ്റ്റേറ്റ്സിനെ ഇൻവോൾവ് ചെയ്യിക്കുന്നു എന്ന് വെച്ചാൽ സ്റ്റേറ്റ്സ് വിൽ ആസ്ക് ദെയർ പീപ്പിൾ ദെയർ സജഷൻസ്. അപ്പം ഒരു ബോട്ടം അപ്പ് അപ്രോച്ച് വരുന്നു എന്നുള്ളതാണ്. ദെൻ ലോങ് ടേം വിഷൻ ഡോക്യുമെന്റ്സ്, നാഷണൽ അജൻഡാസ്, മോണിറ്ററിംഗ് ഫ്രെയിംവർക്സ്. പോളിസീസ് ആയാലും വിഷൻ ഡോക്യുമെന്റ്സ് ആയാലും അജൻഡാസ് ആയാലും മോണിറ്ററിംഗ് ഫ്രെയിംവർക്സ് ആയാലും ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് നീതി ആയോഗിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. അതുപോലെ സെർവ്സ് ആസ് എ പ്ലാറ്റ്ഫോം ഫോർ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ഡ്രിവൻ ഗവേണൻസ്. ഇഫ് യു സി, നമ്മൾ 2015 ശേഷം നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ട് നമ്മൾ ചില ഓഫീസുകളിൽ ചെന്നായിരുന്നു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നതും കാര്യങ്ങൾ അറിയുന്നതും ഒക്കെ. ഇപ്പൊ നമ്മുടെ അഡ്മിഷൻ പ്രോസസ് ആയപ്പോലും നമ്മൾ ഓരോ കോളേജിൽ കൊണ്ടുപോയി
പണ്ട് എന്ത് ചെയ്യുമായിരുന്നു, ആപ്ലിക്കേഷൻ ഇടേണ്ട അവസ്ഥ ഉണ്ടാകും. ബട്ട് നൗ അങ്ങനെയല്ല, ഗവേണൻസ് എല്ലാം ടെക്നോളജി ഡ്രിവൺ ആണ്. നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കാം, അതിന്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അറിയാം. അതുപോലെ ഒരുപാട് ഗവൺമെന്റ് സർവീസസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, വീട്ടിലിരുന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നീതി ആയോഗ് എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി മാത്രമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. അതിന്റെ അടിയിൽ ഇന്നോവേഷൻ, എന്റർപ്രണർഷിപ്പ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ബെറ്റർ സർവീസ് ഡെലിവറി ഇതെല്ലാം കൺസിഡർ ചെയ്യപ്പെടുന്നുണ്ട്. അതിനകത്തൊരു സെക്ടറാണ് ഹയർ എഡ്യൂക്കേഷൻ എന്നേ ഉള്ളൂ. ബട്ട് നീതി ആയോഗ് ഇസ് ഓൾസോ ഇൻവോൾവ് ഇൻ പോളിസി മേക്കിംഗ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അതൊരു അഡ്വൈസറി ബോഡിയാണ്. അത് ഒരുപാട് റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നുണ്ട് സ്റ്റേറ്റിനും സെൻട്രൽ ഗവൺമെന്റിനും. ബട്ട് അത് ഫണ്ട്സ് ഒന്നും അലോക്കേറ്റ് ചെയ്യുന്നില്ല. പണ്ട് പ്ലാനിംഗ് കമ്മീഷൻ ആയിരുന്ന സമയത്ത് ഇറ്റ് യൂസ് ടു അലോക്കേറ്റ് ഫണ്ട്സ്, ബട്ട് നൗ ഇറ്റ് ഡസ് ആസ് നൗ നീതി ആയോഗ് ഡസ് നോട്ട് അലോക്കേറ്റ് എനി ഫണ്ട്. പകരം അത് റെക്കമെൻഡേഷൻസ് കൊടുക്കാനും അഡ്വൈസ് കൊടുക്കാനും ഡയറക്ഷണൽ ഇൻപുട്സ് കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. അതിന്റെ ഫ്ലെക്സിബിലിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാനിംഗ് ആണ് ഫോളോ ചെയ്യുന്നത്. അതായത് സ്റ്റേറ്റ്സിനെയും കൂടെ ഉൾപ്പെടുത്തി ആരൊക്കെയാണോ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അവസാനം നമ്മളൊരു പോളിസി ഉണ്ടാക്കുമ്പോൾ അത് ആരെയാണോ അഫക്ട് ചെയ്യാൻ പോകുന്നത് അവരുടെ നിന്നും വേണം നമ്മൾ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യാനെന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അതുപോലെ പാർട്ട്ണർഷിപ്പ് വിത്ത് സ്റ്റേറ്റ്സ്, നമ്മൾ സ്റ്റേറ്റ്സുമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഡിസിഷൻ മേക്കിംഗിലുണ്ട്, വിച്ച് ഐ ഹവ് ഓൾറെഡി ടോൾഡ് യു. ഇനി നമുക്ക് അതിന്റെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ നോക്കാം. നമ്മുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ ഗവേണിംഗ് കൗൺസിലിനകത്ത് വരുന്നത് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ഓൾ സ്റ്റേറ്റ്സ്, ലെഫ്റ്റനന്റ് ഗവർണേഴ്സ് ഓഫ് യൂട്ടീസ്, അതുപോലെ യൂണിയൻ ടെറിട്ടറീസ്. അതുപോലെ വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഇസ് അപ്പോയിന്റഡ് ബൈ ദി പ്രൈം മിനിസ്റ്റർ. ആദ്യത്തെ വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അരവിന്ദ് പൻഗാരിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇത് ഈയിടെയായിട്ട് നമ്മൾ നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി പേപ്പർ 1 കുറച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നതുകൊണ്ട് ജസ്റ്റ് ബി വിത്ത് അവെയർ, നമുക്കൊരു ഐഡിയ വേണം ഇത് ആരാണെന്നുള്ളത്. സോ നീതി ആയോഗിന്റെ ഫസ്റ്റ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അരവിന്ദ് പൻഗാരിയ ആയിരുന്നു. കറണ്ട് എന്ന് പറയുന്നത് സുമൻ ബറി എന്ന് പറയുന്ന ആളാണ്. അതുപോലെ ഫുൾ ടൈം മെമ്പേഴ്സ് ആൻഡ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്ന് പറയുന്നത് എക്സ്പേർട്സ് ഇൻ വേരിയസ് ഫീൽഡ്സ് ആൻഡ് യൂണിയൻ മിനിസ്റ്റേഴ്സ് ആയിരിക്കും. കാരണം നമുക്ക് ഓരോ ഫീൽഡിലും തിങ്ക് ടാങ്കിലാണെന്ന് പറഞ്ഞതുകൊണ്ട് ഓരോ ഫീൽഡിലും എക്സ്പേർട്സിനെ നമ്മൾ നീതി ആയോഗ് ഫുൾ ടൈം മെമ്പേഴ്സ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്പെഷ്യൽ വിങ്സ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് മോണിറ്ററിംഗ് ഇവാലുവേഷൻ ഓഫീസ്, അടൽ ഇന്നോവേഷൻ മിഷൻ, അഡൽ ടിങ്കറിംഗ് ലാബ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ദാറ്റ് കംസ് അണ്ടർ അഡൽ ഇന്നോവേഷൻ മിഷൻ. അതുപോലെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ വെർട്ടിക്കൽസ് എക്സെട്ര ആണ് അതിന്റെ സ്പെഷ്യൽ വിങ്സ് എന്ന് പറയുന്നത്. അതില് കീ ഇനിഷ്യേറ്റീവ്സ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിൽ മേജർ ആയിട്ടൊന്ന് ഓർത്ത് വെക്കേണ്ടത് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ ഇന്ത്യ അറ്റ് 75, അതായത് 2018 നമ്മള് 75 ഇയേഴ്സ് ഓഫ് ഇൻഡിപെൻഡൻസ് ആഘോഷിച്ച സമയത്ത് ഒരു വിഷൻ ഡോക്യുമെന്റ് ഉണ്ടായിരുന്നു ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്. അതിന്റെ ഒരു മേജർ എഡ്യൂക്കേഷണൽ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു മേജർ കാര്യം സജസ്റ്റ് ചെയ്തത് നീതി ആയോഗാണ്. അതുപോലെ ഈ അഡൽ ഇന്നോവേഷൻ ലാബ്സും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇൻ എഡ്യൂക്കേഷനും സ്കൂൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇൻഡെക്സും ഒക്കെ എഡ്യൂക്കേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള റെക്കമെൻഡേഷൻസും പ്രോഗ്രാംസും മുമ്പോട്ട് വെക്കുക എന്നുള്ളതും നീതി ആയോഗിന്റെ ഒരു മേജർ ഇനിഷ്യേറ്റീവ് ആണെന്ന് പറയാം. ഇനി ഡിഫറൻസ് ഫ്രം പ്ലാനിംഗ് കമ്മീഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫണ്ട് അലോക്കേഷൻ ഇല്ല. അതുപോലെ സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. കൂടുതൽ ഫ്ലെക്സിബിളും ഇന്നോവേഷൻ ഡ്രിവണും ആണ്. സോ അതാണ് നീതി ആയോഗിനെ പറ്റി അറിയാനുള്ളത്. അതിൽ മേജർ ആയിട്ട് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ അത് ദിസ് ഇസ് നോട്ട് ജസ്റ്റ് ഫോർ എഡ്യൂക്കേഷൻ, ഒരുപാട് ഫീൽഡ്സിന് വേണ്ടിയിട്ടാണ്. ബട്ട് എഡ്യൂക്കേഷനിൽ നമ്മൾ മേജർ ആയിട്ട് ഓർത്തിരിക്കേണ്ടത് 2018 ഇറക്കിയ വിഷൻ ഡോക്യുമെന്റ് അബൌട്ട് വാട്ട് ഇന്ത്യസ് എഡ്യൂക്കേഷൻ ഷുഡ് ബി. അത് നീതി ആയോഗാണ് അതിന്റെ പിന്നിലുള്ളത്. നാളെ നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് യൂണിവേഴ്സിറ്റീസ്. നമ്മുടെ ഇന്ത്യയിലുള്ള സ്റ്റേറ്റ്, സെൻട്രൽ, പ്രൈവറ്റ്, ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആൻഡ് മെറ്റാ യൂണിവേഴ്സിറ്റി. ഇതിനകത്ത് ഒരു കാറ്റഗറിയും കൂടെ വരും, ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഐ തിങ്ക് ഐ ഫൊഗോട്ട് ടു ആഡ് ദാറ്റ്. ഞാൻ അത് അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ടൈപ്സ് ഓഫ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുമ്പോൾ സെൻട്രൽ, സ്റ്റേറ്റ്, പ്രൈവറ്റ്, ഡീം ടു ബി യൂണിവേഴ്സിറ്റി, മെറ്റാ യൂണിവേഴ്സിറ്റി, ഇതൊക്കെ എന്താണെന്ന് നോക്കാം. സോ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ കേട്ടിട്ടുള്ള ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അല്ലെ. ഡൽഹി യൂണിവേഴ്സിറ്റി, JNU, BHU, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഒക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ്. ഒരു പാർലമെന്റ് ആക്ടിനെ ബേസ് ചെയ്തിട്ടാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് അണ്ടർ സെക്ഷൻ 2N ഓഫ് UGC ആക്ട്. 2N ഓഫ് UGC ആക്ട് 1956 അടിയിലാണ് ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റീനെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള
പ്രൊവിഷൻ വരുന്നത്. അതുപോലെ ഇപ്പൊ കറന്റ്ലി 2023 56 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ് ഓൾ ഓവർ ഇന്ത്യ ഉള്ളത്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി ഒക്കെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ആണ്. യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ, യൂണിവേഴ്സിറ്റി ഓഫ് കാൽക്കട്ട ഇതൊക്കെ state universities ആണ്. It is defined under section 2F and 2N of UGC Act. ഈ UGC Act 2F 2N അടിയിലാണ് നമുക്ക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉള്ളത്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആക്ടും കൂടെ ഇൻവോൾവ് ആയിരിക്കും. അതായത് ഇപ്പം കേരളത്തിൽ ഒരു പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കേരള ലെജിസ്ലേച്ചർ അസംബ്ലിയും കൂടി അതിനെ ഒരു ആക്ട് ആയിട്ട് അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് ആ സ്റ്റേറ്റിൽ ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ പറ്റൂ. അപ്രോക്സിമേറ്റ്ലി 456 സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആണ് ഓഗസ്റ്റ് 2022 കണക്കിൽ ഇന്ത്യയിലുള്ളത്. നൗ നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ, കോളേജസ് അല്ല. യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അറിയാലോ, ഇറ്റ് ഈസ് ദ മെയിൻ ബോഡി. അതിന്റെ അടിയിലാണ് അഫിലിയേറ്റ് ചെയ്ത കോളേജസ് വരുന്നത്. നൗ ഡീം ടു ബി യൂണിവേഴ്സിറ്റി, അതായത് ഇറ്റ് ഈസ് ഡിക്ലെയർഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് upon UGC റെക്കമെൻഡേഷൻ. ചില പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എന്താണ് യൂണിവേഴ്സിറ്റീസ് വളരെ എക്സെപ്ഷണൽ ആയിട്ട് എന്ത് ചെയ്യും, പെർഫോം ചെയ്യും. അപ്പൊ ദെൻ ദേ ആർ ഗിവൺ ദ സ്റ്റാറ്റസ് ഓഫ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് എന്നല്ല അവരെ പറയേണ്ട, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. കുട്ടി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും, പക്ഷെ അവര് എക്സെപ്ഷണൽ ആയിട്ട് പെർഫോം ചെയ്യുമ്പോൾ അവരെ യൂണിവേഴ്സിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഡീം ടു ബി യൂണിവേഴ്സിറ്റി. സോ ദേ ആർ ജസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ബട്ട് ബിക്കോസ് ഓഫ് ദെയർ ഹൈ പെർഫോമൻസ് ദേ ഹാവ് ബീൻ ഗിവൻ ദ സ്റ്റാറ്റസ് ഓഫ് യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഡിഗ്രി അവാർഡ് ചെയ്യാനുള്ള കംപ്ലീറ്റ് റൈറ്റ്സ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ കൊടുത്തിരിക്കുകയാണ്. സോ എക്സാമ്പിൾസ് ആണ് ബിറ്റ്സ് പിലാനി, VIT വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ IISc ബാംഗ്ലൂർ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ അതിനുള്ള എക്സാമ്പിൾസ് ആണ്. സോ സെക്ഷൻ 3 ആണ് UGC ആക്ടിന്റെ സെക്ഷൻ 3 ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാനുള്ള പ്രൊവിഷൻ വരുന്നത്. 137 ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ആണ് 2024 കണക്ക് പ്രകാരം നമുക്ക് ഇന്ത്യയിലുള്ളത്. ഇനി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് നിങ്ങൾക്ക് അറിയാം, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അശോക യൂണിവേഴ്സിറ്റി, റേവ, അതുപോലെ പ്രേംജി യൂണിവേഴ്സിറ്റി ഒക്കെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണ്. അതായത് ഒരു പ്രൈവറ്റ് മാനേജ്മെന്റ് അണ്ടറിലുള്ള യൂണിവേഴ്സിറ്റീസ് ആണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ഒന്നും നടത്താൻ പറ്റാത്ത യൂണിവേഴ്സിറ്റീസ് ആണ്. അവർക്ക് അവരുടേതായ സ്ട്രിക്ട് മാനേജ്മെന്റ് കാണും. ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആക്ട് അവരവരുടെ സ്റ്റേറ്റിലുള്ള നിയമസഭ കൂടിയിട്ടാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുക്കുന്നത്. അതുപോലെ UGC ആക്ട് സെക്ഷൻ 2F അടിയിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പ്രൊവിഷൻ വരുന്നുണ്ട്. അപ്രോക്സിമേറ്റ്ലി 510 പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണ് നമുക്ക് മിഡ് 2025 ഇടയിനകത്ത് ഉണ്ടായിട്ടുള്ളത്. നെക്സ്റ്റ് വൺ മെറ്റ യൂണിവേഴ്സിറ്റി. ഇതൊരു പുതിയ കോൺസെപ്റ്റ് ആണ്, വിച്ച് മീൻസ് എ പോളിസി ഇനിഷ്യേറ്റീവ് ആണിത്. നോട്ട് ലീഗലി സെപ്പറേറ്റ് ഇൻ UGC ആക്ട്. UGC ആക്ട് ഒന്നുമില്ല ഈ മെറ്റ യൂണിവേഴ്സിറ്റി. മെറ്റ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഒരു ICT ഇനേബിൾഡ് ഇന്റർ യൂണിവേഴ്സിറ്റി കൊളാബറേഷനെയാണ് മെറ്റ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ഏറ്റവും അറിയാവുന്ന ഒരു നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയും ജാമിയ മില്ല യൂണിവേഴ്സിറ്റിയും കൂടി ചേർന്ന് കൊളാബറേറ്റ് ചെയ്ത് അവർ ICT ഇനേബിൾഡ് കോഴ്സ് നടത്തുകയാണ്. ദെൻ ദാറ്റ് ഇസ് കോൾഡ് ആസ് മെറ്റ യൂണിവേഴ്സിറ്റി. അതിന്റെ ഒരു പൈലറ്റ് മാത്രമേ നടന്നിട്ടുള്ളൂ. ദെൻ വാട്ട് വി നോ ഇസ് ഡൽഹി യൂണിവേഴ്സിറ്റിയും ജാമിയ മില്ല ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയും കൂടി ചേർന്ന് നടത്തുന്ന ഒരു ICT ഇനേബിൾഡ് കൊളാബറേറ്റീവ് കോഴ്സ് ആണ്. only a handful of pilot projects, അങ്ങനെ ഡിസ്റ്റിങ്ക്ട് കൗണ്ട്സ് ഒന്നും നമുക്കിപ്പോ തൽക്കാലം ഇന്ത്യയിൽ ഇല്ല. അപ്പം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? സെൻട്രൽ ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ട്, ഡീം ടു ബി യൂണിവേഴ്സിറ്റി ഉണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, മെറ്റ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിൽ മെറ്റ യൂണിവേഴ്സിറ്റി പേര് കേൾക്കുമ്പോൾ നമ്മൾ ഒരു യൂണിവേഴ്സിറ്റിയാണ്, അല്ല, അതൊരു കൊളാബറേറ്റീവ് എഫേർട്ട് എമംഗ് ഓൾറെഡി എക്സിസ്റ്റിംഗ് യൂണിവേഴ്സിറ്റീസ് ഓൺ ICT ബേസ്ഡ് ലെവൽ. എല്ലാം ICTയിലാണുള്ളത്. ഒരു ഫിസിക്കൽ യൂണിവേഴ്സിറ്റി ഇല്ല, ഒരു വെർച്വൽ യൂണിവേഴ്സിറ്റിയാണ് മെറ്റ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓപ്പൺ യൂണിവേഴ്സിറ്റീസും കൂടെ നോക്കാനുണ്ട്. ദാറ്റ് ഐ വിൽ ഡു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഞാൻ ഇതിൽ വിട്ടുപോയതാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി സമ്മറി ടേബിൾ ഫോർ യു. മറ്റേത് വായിച്ചതിന് ശേഷം ഇത് റിവൈസ് ചെയ്താൽ മതിയാവും. Now let's look at the learning programs. ഇത് നിങ്ങളുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓറിയന്റൽ ലേണിംഗ് പ്രോഗ്രാംസ്. ഓറിയന്റൽ ലേണിംഗ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, നമ്മുടെ ഏൻഷ്യൻ ഇന്ത്യൻ കൾച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിനെയാണ് ഓറിയന്റൽ ലേണിംഗ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ സാൻസ്ക്രിറ്റ്, വേദാസ്, പുരാണാസ്, ക്ലാസിക്കൽ ലിറ്ററേച്ചർ, ഫിലോസഫി, ലോജിക്, അസ്ട്രോളജി, ആയുർവേദ, യോഗ, ഇതെല്ലാം തന്നെ ഓറിയന്റൽ ലേണിംഗ് പ്രോഗ്രാംസ് ആണ്. ഓറിയന്റൽ എന്ന് പറയുമ്പോഴത്തേക്കും
നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള knowledge systems. Pedagogy is usually oral transmission, memorization, rote learning, teacher discipline model ആണ്. ടീച്ചറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഓറിയന്റൽ ലേണിംഗ് പ്രോഗ്രാംസിനകത്ത് വരുന്നത്. കാരണം ടീച്ചർ പറയുന്നു, കുട്ടികൾ കേൾക്കുന്നു. നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചു. നമുക്ക് 3 രീതിയിലാണ് നമ്മൾ ഓറിയന്റൽ ലേണിംഗ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്: ശ്രവണ, മനന, നിധിധ്യാസന. അപ്പൊ അത് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, നമുക്ക് കണ്ടംപററി എക്സാമ്പിൾസ് ആയിട്ടുള്ളത് ഇപ്പം, അതായത് നമ്മുടെ എക്സിസ്റ്റിംഗ് ഇന്ത്യയിൽ ഓറിയന്റൽ ലേണിംഗ് പ്രോഗ്രാംസ് എന്തൊക്കെയാണുള്ളതെന്ന് ചോദിച്ചാൽ, സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റീസ്, അവിടെ എപ്പോഴും ഓറിയന്റൽ ലേണിംഗ് ആണ് നടക്കുന്നത്. കാരണം നമ്മുടെ പുരാണങ്ങളും വേദങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റീസിൽ പഠിപ്പിക്കുന്നത്. അതുപോലെ ഓറിയന്റൽ മാനുസ്ക്രിപ്റ്റ് ലൈബ്രറീസ്, മാനുസ്ക്രിപ്റ്റ്സ് വെച്ചിട്ട് പഠിപ്പിക്കുന്ന ലൈബ്രറീസ് ഉണ്ട്. അവിടെയും ഓറിയന്റൽ ലേണിംഗ് പ്രോഗ്രാംസ് ആണ് നടക്കുന്നത്. അതുപോലെ ട്രഡീഷണൽ ഗുരുകുലാസ് അധികം ഇല്ല, എനിക്കറിയില്ല എന്നുള്ള എക്സാമ്പിൾസ്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് സ്റ്റേറ്റഡ് ഇൻ മെനി ബുക്സ് ദാറ്റ് ട്രഡീഷണൽ ഗുരുകുലാസ് സ്റ്റിൽ എക്സിസ്റ്റ് ഇൻ നോർത്തേൺ ഇന്ത്യ. അതുപോലെ മദ്രസാസും മക്തബ്സും ഇപ്പോഴും ഇന്ത്യയിൽ ഒരുപാട് അടുത്തുണ്ട്. അതായത് കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് പകരം മദ്രസയിലും മക്തബിലും ആയിരിക്കും പഠിക്കുന്നത്. ട്രഡീഷണൽ മുസ്ലിം നോളജ് ആയിരിക്കും പഠിക്കുന്നത്. സോ ദാറ്റ് സ്റ്റിൽ എക്സിസ്റ്റ്. അപ്പൊ ഇതൊക്കെയാണ് ഓറിയന്റൽ ലേണിംഗ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. നമ്മുടെ കൾച്ചറിനെയും സ്പിരിച്വൽ ഹെറിറ്റേജിനെയും പ്രിസർവ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു ഐഡിയയോടുകൂടി മുമ്പോട്ട് വയ്ക്കുന്ന പ്രോഗ്രാംസ് ആണ് ഓറിയന്റൽ ലേണിംഗ് പ്രോഗ്രാംസ്. കൺവെൻഷണൽ ലേണിംഗ് പ്രോഗ്രാംസ് നമ്മുടെ ഫോർമൽ റെഗുലർ എഡ്യൂക്കേഷൻ ആണ് കൺവെൻഷണൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്രീ പ്രൈമറി പോകുന്നു, പിന്നെ പ്രൈമറി, സെക്കൻഡറി, ഫൈനലി നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് പോകുന്നു. നമ്മളിപ്പോ എന്താണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ തന്നെയാണ് കൺവെൻഷണൽ എന്ന് പറയുന്നത്. സ്കൂൾസ്, കോളേജ്, യൂണിവേഴ്സിറ്റീസ് ഇതെല്ലാം കൺവെൻഷണൽ ലേണിംഗ് സെന്റേഴ്സ് ആണ്. അതുപോലെ നമുക്ക് അതിനൊരു പ്രിസ്ക്രൈബ്ഡ് സിലബസ് കാണും, നാഷണൽ ബോർഡ്സ് കാണും, പിന്നെ UGC, AICT പോലുള്ള ബോഡീസ് നമ്മുടെ സ്റ്റഡീസിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ടാവും. മേജർ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ് റൂം ബേസ്ഡ് ആയിട്ടാണ് ലേൺ ചെയ്യുന്നത്. ആനുവൽ അല്ലെങ്കിൽ സെമസ്റ്റർ എക്സാംസ് ഉണ്ട്. ടീച്ചർ സെന്റേർഡ് ആണ്. ഫിക്സ്ഡ് ടൈം ആൻഡ് പ്ലേസ് ആണ്. അതുപോലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, CBSE, ICSE സ്കൂൾസ്, IIT, സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലെല്ലാം നടക്കുന്നത് കൺവെൻഷണൽ ലേണിംഗ് പ്രോഗ്രാംസ് ആണ്. ടീച്ചർ സെന്റേർഡ് മോസ്റ്റ്ലി ബിക്കോസ് ലെക്ചർ മെത്തേഡിലാണ് നമ്മൾ പലപ്പോഴും പഠിക്കുന്നത്. ബട്ട് ചില സ്ഥലങ്ങളിലും ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിലും മോർ ലേണർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് പ്രോഗ്രാംസും ഉണ്ട്. ഫൈനലി നോൺ കൺവെൻഷണൽ ലേണിംഗ് പ്രോഗ്രാംസ്. നോൺ കൺവെൻഷണൽ ലേണിംഗ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട്, ആക്സസിബിൾ ആയിട്ട്, നമ്മുടെ ഒരു ഏജ് ലിമിറ്റ് ഒന്നും വെച്ചിട്ടില്ല. ഇപ്പൊ സ്കൂളിൽ പോകണമെങ്കിൽ നമുക്കറിയാം, നമുക്ക് 20 വയസ്സുള്ള ഒരാളെ സ്കൂളിൽ ചേർക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം അതിനെയാണ് നമ്മൾ കൺവെൻഷണൽ എന്ന് പറയുന്നത്. അതായത് ഫിക്സ്ഡ് റൂൾസ് ഉണ്ട്, ഫിക്സ്ഡ് ഏജ് ഉണ്ട്, ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഇന്ന പരീക്ഷകൾ എഴുതണം എന്നുണ്ട്, എല്ലാത്തിനും ഒരു സ്ട്രിക്ട് റൂൾ ഉണ്ട്. അതേസമയം നോൺ കൺവെൻഷണൽ ലേണിംഗ് പ്രോഗ്രാംസിൽ അങ്ങനെ യാതൊരു റൂൾസും ഇല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ സ്വയത്തിൽ ഒരു കോഴ്സ് ചെയ്യുന്നു, 55 വയസ്സുള്ള ഒരാൾക്കും സ്വയത്തിൽ കോഴ്സ് ചെയ്യാം. അതേസമയം 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്കും സ്വയത്തിൽ കോഴ്സ് ചെയ്യാം. അപ്പം അങ്ങനെ ഒരു ഭയങ്കര ഫ്ലെക്സിബിലിറ്റിയും ആക്സസിബിലിറ്റിയും ലൈഫ് ലോങ് ലേണിംഗും കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ലേണിംഗ് പ്രോഗ്രാമിനെയാണ് നോൺ കൺവെൻഷണൽ ലേണിംഗ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഇഗ്നോയിലൊക്കെ തന്നെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, 55 വയസ്സിന് ശേഷം, റിട്ടയർമെന്റിന് ശേഷം ഒരുപാട് പേര് ഇഗ്നോയിൽ പഠിക്കാൻ പോകുന്നുണ്ട്, വിച്ച് ഇസ് ആക്ച്വലി എ നോൺ കൺവെൻഷണൽ ലേണിംഗ് പ്രോഗ്രാം. അപ്പൊ ആ നോൺ കൺവെൻഷണൽ ലേണിംഗിന്റെ സമയത്ത് you are not given any type of strict rules. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനും ആക്സസിബിലിറ്റിക്കും പഠിക്കാൻ സാധിക്കുന്നു. അതുപോലെ കമ്മ്യൂണിറ്റി ലേണിംഗ് സെന്റേഴ്സ്, അത് ട്രഡീഷണൽ ലേണിംഗ് തന്നെ ആവണമെന്നില്ല, വൊക്കേഷണൽ ലേണിംഗ് ആയാൽ പോലും യു ഹാവ് സർട്ടൻ സെന്റേഴ്സ് വേർ യു ക്യാൻ ആക്ച്വലി ഹാവ് ലേണർ സെന്റർ ക്ലാസ് റൂം, സെൽഫ് ബേസ്ഡ് ലേണിംഗ്, അതുപോലെ ICT ബ്ലെൻഡഡ് ലേണിംഗ്. ഇപ്പം ഇഗ്നോയിന് തന്നെ ഒരുപാട് ഓൺലൈൻ കോഴ്സസ് ഉണ്ട്, മൂക്ക്, സ്വയം, ഇതിനകത്തൊക്കെ തന്നെ നമ്മുടെ സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ച്, ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ ഇവിടെ കൂടുതൽ അഡൽട്ട് ലേണേഴ്സ്, വർക്കിംഗ് പ്രൊഫഷണൽസ്, മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ് ഇവരെയൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് നോൺ കൺവെൻഷണൽ ലേണിംഗ് പ്രോഗ്രാംസ്. അതായത് ഓറിയന്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയകാല, അതായത് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള നോളജ് സിസ്റ്റത്തിനെ പഠിക്കുന്നതിനാണ് ഓറിയന്റൽ എന്ന് പറയുന്നത്. കൺവെൻഷണൽ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ റെഗുലർ ബേസിസിൽ എങ്ങനെയാണോ എഡ്യൂക്കേഷൻ പോകുന്നത് അതിനെ കൺവെൻഷണൽ എന്ന് പറയും. നോൺ കൺവെൻഷണൽ ആവുമ്പോൾ നമുക്ക് ഫിക്സ്ഡ് ടൈം ലൈൻസ് ഒന്നുമില്ല, വളരെ ഫ്ലെക്സിബിൾ ആൻഡ് ആക്സസിബിൾ ആൻഡ് ലോങ് ടേം ലേണിംഗ് ആണ്. അടുത്തത് വൊക്കേഷൻ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്തൊക്കെയാണ്? ആദ്യം നമുക്ക് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഉണ്ട്. നമുക്കറിയാം പ്രൊഫഷണൽ ഡിഗ്രീസ് ഏതൊക്കെയാണ്: മെഡിസിൻ, MBBS, BDS, ലോ, LLB, ടീച്ചർ എഡ്യൂക്കേഷൻ ആകുമ്പോൾ BEd, MEd, മാനേജ്മെന്റ് ആകുമ്പോൾ MBA, അതുപോലെ ആർക്കിടെക്ചർ, ഇങ്ങനെയുള്ള BArch പോലുള്ള ഡിഗ്രീസ് ഒക്കെ എന്താണ്? പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ആണ്. അതായത് നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ
ഇത് കഴിഞ്ഞാൽ, ഒരു ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ യു ആർ എലിജിബിൾ ഫോർ എ ജോബ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ പ്രൊഫഷൻ. അതിനെയാണ് പ്രൊഫഷണൽ ഡിഗ്രി എന്ന് പറയുന്നത്. നമ്മുടെ മെഡിസിന്റെ റെഗുലേറ്ററി ബോഡി എന്ന് പറയുന്നത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ ലോയിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. അതിനുള്ള റെഗുലേഷൻസ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. അതുപോലെ ടീച്ചർ എഡ്യൂക്കേഷന്റെ ലോസ് എല്ലാം സെറ്റ് ചെയ്യുന്നത് NCTE ആണ്, ടീച്ചർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ളത്. അതുപോലെ COA ആണ് ആർക്കിടെക്ചറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതായത് ഓരോ പ്രൊഫഷണൽ ഡിഗ്രീസ് വന്നിട്ട് അതിന്റെ ഗവേണിംഗ് ബോഡീസ് ഏതാണ് അല്ലെങ്കിൽ റെഗുലേറ്ററി ബോഡീസ് ഏതാണെന്ന് ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മേജർ ആയിട്ട് ഈ പ്രൊഫഷണൽ കോഴ്സിനകത്ത് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ അതിന് വാലിഡിറ്റി ആണോ. അതുപോലെ ആ കോഴ്സിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു ഇന്റേൺഷിപ്പ് ആണ്. ഇപ്പം B.Ed M.Ed ഒക്കെ ചെയ്യുന്നവർക്ക് സ്കൂളിൽ പോയ ഒരു ഇന്റേൺഷിപ്പ് ആണ്. മെഡിസിൻ പഠിക്കുന്നവർക്ക് ഹൗസ് സർജൻസി ആണ്. അപ്പം അതുപോലെ ലോ ചെയ്യുന്നവർക്ക് ഒരു കോർട്ടിൽ പോയിട്ട് കുറെ നാൾ ഇന്റേൺഷിപ്പ് ആണ്. അപ്പം മേജർ ആയിട്ടും പ്രൊഫഷണൽ എഡ്യൂക്കേഷനിലുള്ള ഒരു മേജർ കാര്യമാണ് ഇന്റേൺഷിപ്പ്. അതുപോലെ നിങ്ങൾക്ക് ഒരു ലൈസൻസ് വേണം. ആഫ്റ്റർ ദി കോഴ്സ് നിങ്ങൾക്ക് അത് പഠിപ്പിക്കണമെങ്കിൽ ആ പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്നത് തന്നെയാണ് നിങ്ങളുടെ ലൈസൻസ് ടു ടീച്ച്. അതുപോലെ ഒരു സ്ട്രോങ് എത്തിക്കൽ കമ്പോണന്റും ഈ പറയുന്ന പ്രൊഫഷണൽ എഡ്യൂക്കേഷനിൽ എല്ലായിടത്തും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ്, ടെക്നോളജി, അപ്ലൈഡ് സയൻസസ് പോലെയുള്ള ഡിഗ്രീസിനാണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. IITs, NITs, പോളിടെക്നിക്സ്, IITs ഒക്കെ ITIs എല്ലാം നമുക്കൊരു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ് തരുന്നത്. ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ ബോഡിയാണ് AICTE, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊന്ന് പേപ്പർ 1-ലാണോ 2-ലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, AICTEയുടെ ഫുൾ ഫോം ചോദിച്ചിരുന്നു. അതുപോലെ നമുക്ക് എന്തൊക്കെ ലെവൽസ് ഉണ്ട് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ മുതൽ നമുക്ക് ഡോക്ടറൽ ഡിഗ്രി വരെ ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ എടുക്കാം. ഇന്നോവേഷൻ, ഡിസൈൻ, അപ്ലൈഡ് റിസർച്ച്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇതെല്ലാം എംഫസൈസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. നൗ സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്താന്ന് നോക്കാം. ഫോക്കസസ് ഓൺ പ്രാക്ടിക്കൽ സ്കിൽസ്, വൊക്കേഷണൽ കോമ്പിറ്റൻസി ആൻഡ് എംപ്ലോയബിലിറ്റി. നമ്മുടെ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് മിഷൻ NSDM എന്ന് പറയുന്നതിന്റെ ഒരു പാർട്ടാണ് സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ. നമ്മൾ പല ടൈപ്സ് ഓഫ് സ്കിൽസ് എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ 2020 NEP വിഷൻ അനുസരിച്ച് 10 days ഓഫ് ബാഗ്ലെസ് ഇന്റേൺഷിപ്പ് കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ NEP 2020യുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. എത്രാം ക്ലാസ് മുതലാണ് നമ്മൾ ഒരു കുട്ടി, അതായത് ഇനിയും വരാൻ പോകുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എത്രാം ക്ലാസ് മുതലാണ് നമ്മൾ വൊക്കേഷണൽ സ്റ്റഡീസ്, സ്കിൽ ഡെവലപ്മെന്റ് സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് NEP 2020 ഡോക്യുമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ പ്ലംബിംഗ്, കോഡിംഗ്, ബൂട്ടിംഗ്, കലിനറി ആർട്സ്, ഈ ഷെഫ് അതുപോലെയുള്ള നമ്മുടെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, റീറ്റെയിൽ മാനേജ്മെന്റ് ഇങ്ങനെയുള്ള കോഴ്സസ് എല്ലാം വരുന്നതാണ് സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയും. അപ്പം നമുക്കൊന്ന് സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ ഓറിയന്റൽ എഡ്യൂക്കേഷൻ ഹെറിറ്റേജ് പ്രിസർവേഷന് വേണ്ടിയിട്ടുള്ളതാണ്. കൺവെൻഷണൽ ആകുമ്പോൾ കുറച്ചുകൂടെ സ്ട്രക്ചർ ആൻഡ് ഫോർമൽ സിസ്റ്റം ആണ്. നോൺ കൺവെൻഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഫ്ലെക്സിബിൾ ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ ആണ്. അത് പ്രൊഫഷണൽ, ടെക്നിക്കൽ ആൻഡ് സ്കിൽ ബേസ്ഡ് എന്ന് പറയുമ്പോൾ വളരെ സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചസ് ആണ്. നിങ്ങൾക്ക് എംപ്ലോയബിലിറ്റി ഉണ്ടാക്കുക, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കുക, സൊസൈറ്റൽ നീഡ്സിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ള കോൺസെപ്റ്റ് ആണ് പ്രൊഫഷണൽ, ടെക്നിക്കൽ ആൻഡ് സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷനകത്തുള്ളത്. അതുപോലെ NEP 2020 ഫോക്കസ് ചെയ്യുന്നത് വൊക്കേഷണൽ ഇന്റഗ്രേഷൻ, മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ, മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ്, അതുപോലെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് താഴെ കമന്റ് ചെയ്യുക കേട്ടോ. ഏത് ക്ലാസ് മുതലാണ് നമ്മൾ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നാണ് NEP 2020 പറയുന്നത്. സോ താങ്ക് യു, സ്റ്റേ ട്യൂൺ, ദെയർ ആർ മോർ വീഡിയോസ് ടു കം. എനിക്ക് തോന്നുന്നു ഒരു വീഡിയോയും കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ പോർഷൻ കംപ്ലീറ്റ് ആവും. നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷൻ PYQs ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കുറച്ചധികം PYQs ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മേജർ ഏരിയാസ് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് മനസ്സിലാവും. ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ എപ്പോഴും ക്വസ്റ്റ്യൻസ് കൂടുതൽ കാണുന്നത് നമ്മുടെ ഏൻഷ്യന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ലേണിംഗ്, തക്ഷശില, നളന്ദ, അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണുന്നത്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, NAC അക്രഡിറ്റേഷൻ, NIRF റാങ്കിങ്, അതുപോലുള്ള കുറെ കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീഡിയോയിൽ വിട്ടുപോയൊരു കമ്പോണന്റ് വിച്ച് ഇസ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ആസ് വെൽ എസ് ഇനി വരാൻ പോകുന്നത് NAC-ഉം NIRF റാങ്കിങ്ങും ആണ്. അതും കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ചാപ്റ്റർ ഇസ് കംപ്ലീറ്റ്. ഒരുപാട് മഗപ്പ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു പോവുക. PYQs ചെയ്യുമ്പോഴത്തേക്കും ദിസ് പെർട്ടിക്കുലർ ചാപ്റ്റർ ഇസ് എ വെരി സിമ്പിൾ ആൻഡ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. പിന്നെ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്
പ്രീ ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ക്രോണോളജി ആണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരുന്നാൽ നമുക്ക് ഈ ക്രോണോളജി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സിമ്പിൾ ആയിട്ട് ചെയ്തു പോകാൻ സാധിക്കും. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ദിസ് ഇസ് മൈ ചാനൽ ലേൺ വിത്ത് ഗായത്രി. സോ എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ ഇമെയിൽ ഐഡിയിൽ മെയിൽ അയക്കുക. So live, laugh and keep learning with me, Gayatri Shankar, here on YouTube, and it's absolutely free. Bye.